ഈ കേസും ജയിച്ച് പാർട്ടിക്കാരുടെ നിന്ന് പൈസയും കിട്ടിയിട്ട് എൻ്റെ പ്രോബ്ലം ഒന്നും തീരാൻ പോകില്ല ബേട്ടാ. അത് ഇന്നെനിക്ക് ഷുവറായി. നിനക്ക് എത്ര ആനപ്പിണ്ടം വേണം? എത്ര വേണമെങ്കിലും ഞാനിവിടെ കൊണ്ടുതരും. അല്ലേ വേണ്ട, ഞാൻ അവിടെ കൊണ്ടുതരും. ദേ വരുന്നത് നിന്റെ ഡ്രൈവർ. നമസ്കാരമുണ്ട്. എന്നതാ ഇവിടെ പുതിയൊരു പരിപാടി? നേരെത്രയെന്നറിയോ? നീ പൊക്കോ, ഞാൻ വന്നോളാം. സീരിയസ് മാറ്റർ ആണല്ലോ. കേസിന് എൻ്റെ ഹെൽപ്പ് വല്ലതും വേണോ? നോക്ക്, KC മാത്യൂസിൻ്റെയും പപ്പൻ കോട്ടപ്പുറത്തിൻ്റെയും കംപ്ലീറ്റ് ഫോൺ റെക്കോർഡ്സ് ഞാൻ വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് എടുത്തുതരാവേ. എടുത്തുതരാവേ. ഇന്ന് പോയാടി, എന്നിട്ട് വേണം ഉള്ള പണിയും കൂടി പോവാൻ. അനുവേ, ഞങ്ങൾ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കാറുണ്ടടി. ഒരു കോർപ്പറേറ്റ് ലൈനിൽ ഇവിടുത്തെ പാപ്പന്മാർക്കൊക്കെ ഗ്രൂപ്പ്സും എടുത്തു കൊടുത്താലോ? അപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കാമല്ലോ, ഗോട്ടിട്ടെന്ന് പറഞ്ഞിട്ട്. എന്താ എൻ്റെ അഭിപ്രായം? ഒരാനയെ വെച്ച് മറക്കണോ? പിന്നല്ലേ ഒരു ചീഞ്ഞ പോൺ. നീ പോയരാ. When I was a papan, all infants are my brothers and sisters. പോവാൻ ജോയ്. നീ പൊക്കോ, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. പണിയൊക്കെ നാളെ എടുക്കാം. ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ്. കം ഓൺ, വാ. കുടിച്ചുണ്ടോ? ഇല്ല, ഞാൻ അടിച്ചോളാം. വാ. ശരിയെന്നാ. Okay. പിന്നെന്താ ഈ നേരത്ത്? ഹലോ റീനുവേ, എന്തുട്ടാ? എപ്പോ? എവിടെ വെച്ച്? എന്തിനാടാ? ആ ദേ വരണു. എന്നതാ ഉണ്ടായേ? ആ പയ്യനെ കള്ളക്കടത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. കർത്താവേ, എന്തൊക്കെ പുലിവാലാണോ? എവിടാ തണ്ടി? അവൻ എന്തിട്ട് കള്ളക്കടത്ത് നടത്തിയ? എന്നിട്ട് ഫ്രെയിം ചെയ്താ ജോയെ, ജാമ്യൊന്നും കിട്ടില്ല. കേസ് നടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കുണ്ടാവണ്ടി ആനപ്പിണ്ട പ്രശ്നമൊന്നും വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. നിങ്ങൾ ഇങ്ങോട്ട് അകത്തേക്ക് വന്നേ. ഇടിവെറ്റന്റെ തല കിടന്ന് പാമ്പ് ഡാൻസ് കളിക്കണ്. അല്ല, ഈ ആനപ്പിണ്ടെന്ന് പറയുന്നത് നിങ്ങക്ക് റോട്ടി കൂടെ അങ്ങോട്ടും കൂടെ തട്ടിക്കളിക്കല സാധനം വിചാരം? ഓണേഴ്സിന്റെ അനുവാദം അല്ലാതെ ഒരു സാധനം കടത്തണതിനാണ് ഞങ്ങൾ പോലീസുകാർ കള്ളക്കടത്ത് എന്ന് പറയുന്നത്. വണ്ടിയിലുള്ള ആനപ്പിണ്ട് എടുക്കാൻ റെസ്പെക്റ്റീവ് ആന മുതലാളിമാരുടെ പെർമിഷൻ ഉണ്ടോ നിങ്ങക്ക്? മുതലാളി, എന്നെ രക്ഷിക്കും മുതലാളി. കുറച്ച് കഴിയട്ടെ. പോരാണ്ട് എൻവയറൺമെന്റ് ബോർഡിന്റെ കംപ്ലൈന്റ് വേറെയും. സാറേ, ആന ഇങ്ങനെ വെറുതെ റോഡിലൂടെ പോകുമ്പോ അത് വെറുതെ ഇടുന്ന സാധനമല്ലേ ഈ പിണ്ടം. അന്ന് വെച്ച് നിങ്ങൾ ആനനെ അറസ്റ്റ് ചെയ്യാറുണ്ടാ? ഇനിയില്ലേ വർത്താനെങ്കില് നീ ഉള്ളി കിടക്കും കാണാ. പാർട്ടിയുടെ ആളാ, പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ സാറേ, ഒരു ജാമ്യം കൊടുത്തൂടെ? എന്തോ എനിക്കെന്റെ അമ്മയെ കാണണം. മിണ്ടായിരിക്കടാ. പാർട്ടിന്ന് നേരിട്ട് വിളിച്ചു പറഞ്ഞ കേസാ. ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ കേസ് സാർ വിചാരിക്കണം. എന്റെ പട്ടി പിടിക്കാനുള്ള കാര്യം നിങ്ങൾ ഇവരെ കോടതിയിൽ സമർപ്പിക്കുമല്ലോ. ഞാൻ അവിടെ നിന്ന് ജാമ്യം എടുത്തോളുണ്ട്. വക്കീൽ വാ വക്കീലെ. ശരിയപ്പോ നീ റെസ്റ്റ് ചെയ്തോ പോയാ? മുതലാളി, എന്റെ കൂടെ കൊണ്ടുപോ മുതലാളി. പോയാ നീ പേടിക്കണ്ട, ജോയേട്ടൻ എല്ലാം റെഡിയാക്കും. ഒക്കെ ശരിയാക്കും. നിങ്ങളുടെ കൂടെ കൂടിയ പിന്നെ എന്റെ ജീവിതം ആന ചവിട്ടിക്കുട്ടി ആനപ്പിണ്ട മരിച്ചോ. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മേനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചാ മതിയാ? ചക്ക സ്ഥലം കലയൊക്കെ നോക്കടാ. ചെല്ലേ. അയ്യോ, ദേ പോണു. എന്റെ പിണ്ടങ്ങൾ കിടക്കണ കിടപ്പ് കണ്ട. കോടതിയിൽ ആ സംഭവം കഴിഞ്ഞോടുകൂടി ഞാൻ ആകെ ഡൗൺ ആയിരുന്നു വക്കീലെ. ഇപ്പൊ ചാർജായി. വക്കീല് കണ്ടോ, ഇവരൊക്കെ കോടതിയിൽ വെച്ച് ഞാൻ പൊരിപ്പിക്കും. അവരുടെ ഫോൺ റെക്കോർഡെങ്കിൽ ഫോൺ റെക്കോർഡ്, വിഷ്വലെങ്കിൽ വിഷ്വല്. ഒരു കളി കളിക്കാൻ പോണു വക്കീലെ. ഗ്രീനന്തി കയറിയ ഇനി അങ്ങോട്ട് പൂരാണ് വക്കീലെ, തൃശ്ശൂർ പൂരം. നിങ്ങൾ കണ്ടോ? ജോയേട്ടാ, വക്കീലിന് പോകാൻ വേറെ വണ്ടിയില്ലാട്ടോ. അതെങ്ങനെയും പൊക്കോളൂ. ഇതിനൊക്കെ ആരെ പീഡിപ്പിക്കാനുണ്ടാ? നമുക്ക്